അപ്പോൾ സ്വാതന്ത്ര്യം അന്നത്തേനേക്കാൾ ഇന്നാണെന്ന് തോന്നുന്നു. പിന്നെ ഇന്നാണോ എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യം, എവിടെ വേണമെങ്കിലും തനിച്ചു പോകുന്നത്. ഞാൻ തനിച്ചാണ് വന്നിരിക്കുന്നത്, കാരണം ഒരു അങ്ങനെ വരേണ്ട ഒരു ചുറ്റുപാട് വന്നു. തനിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്, തനിച്ചാണ് ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ വന്ന മുതൽ മറ്റേ ചന്ദ്രമുഖി എന്നൊരു പടത്തിൽ അഭിനയിച്ചില്ല. ആ പടം വരയ്ക്കും ഞാൻ ഒരാളില്ലാതെ എൻ്റെ റൂമിൽ ഒരാളുണ്ടാവണം കിടക്കാൻ. എൻ്റെ കൂടെ എൻ്റെ മെയ്ഡ് ഉണ്ടാവണം, എൻ്റെ ജോലിക്കാരി ആരെങ്കിലും ഒരു സ്ത്രീ ഉണ്ടാവണം. അവിടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ രാമോജി റാവു ഷൂട്ടിംഗ് സ്റ്റുഡിയോയിലാണ്. അവിടെ നയൻതാര ഉണ്ടായിരുന്നു, പിന്നെ ജ്യോതിക ഉണ്ടായിരുന്നു. അവരൊക്കെ ചെറിയ കൊച്ചു പെൺപിള്ളേർ, അവരൊക്കെ ആരുമില്ല, അവർ തനിച്ചാണ്. അവരുടെ മേക്കപ്പ് മാനുണ്ട്, ഡ്രസ്സറുണ്ട്, അവരൊക്കെ വേറെ അവിടെ തന്നെ വേറെ ചോദിച്ചു, ഇവർ വരെയൊക്കെ ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്, നമ്മളെന്തിനെങ്ങനെ എപ്പോൾ നോക്കിയാലും കൂട്ടിനൊരാൾ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ നിർത്തി. ഇല്ല, ഇപ്പോൾ എവിടെ പോയാലും ശരി ഞാൻ തനിച്ചാ കിടക്കത്തുള്ളൂ. വേറെ ഒരു മുറിയിൽ അവർക്ക് ഒരു റൂം എടുക്കാൻ പറയും, അവിടെ. ശരി. അപ്പം ഈ പണ്ടത്തെ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള, അപ്പം ആ സമയത്ത് 60കളിൽ മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിയ ഷീലാമ്മയുടെ പടങ്ങൾ അല്ലെങ്കിൽ ഷീലാമ്മയുടെ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും ഇഷ്ടമാണ്. ഇന്നാണ് സിനിമയെക്കുറിച്ച് കൂടുതൽ ജനകീയമായ ആളുകൾ കാണുന്നത്. മറ്റേത് അങ്ങനെയല്ല, സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അന്ന് ഇത്രയും ഈ ഇപ്പം നമ്മൾ കേൾക്കുന്ന അത്രയും വേലുകൊണ്ടാ ടാനടിക്കും, അല്ലെങ്കിൽ കാരവൻ സെപ്പറേറ്റ് ആയിട്ട് വേണം, അല്ലെങ്കിൽ ആ ഒരു സിനിമാ സൗഹൃദങ്ങൾ മാത്രമായിട്ട് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ ഹീറോ വരയ്ക്കും ഞങ്ങളെല്ലാം ഒരേ സ്ഥലത്തിരിക്കും, ഒരേമാതിരി കഴിക്കും. ഞങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സും അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വേറുപാടേ ഇല്ലായിരുന്നു. നാസി സാറൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞാൽ മരത്തിൻ്റെ അടിയിൽ പോയി ചുമ്മാ ഒരു കൂലിയായിട്ടായിരിക്കും അഭിനയിക്കുന്നത്. അപ്പോൾ തലയിൽ കെട്ടുന്ന തുണി ഉണ്ടാവുമല്ലോ, ആ തുണി ഇങ്ങനെ തലയ്ക്ക് വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ പോലും ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു. അങ്ങേരും കൃഷ്ണനായർ സാറും, ഡയറക്ടർ കൃഷ്ണനായർ ഇരുന്ന് കിടക്കുന്നത്. അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറയട്ടെ, എല്ലാം മാറിയില്ലേ. പിന്നെ ആർട്ടിസ്റ്റ് മാത്രം മാറാതിരിക്കും. എന്തിനാ ആർട്ടിസ്റ്റിനെ കുറ്റം പറയുന്നത്? എല്ലാവരും മാറി. ഇപ്പോൾ ഞങ്ങളൊക്കെ അന്ന് പുട്ടും കടലയും കഴിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് പിസ്സയൊക്കെ കഴിക്കുന്നില്ലേ. എല്ലാം ഫാസ്റ്റായിപ്പോയി. എല്ലാവരും മാറ്റമാണല്ലേ ലോകത്ത്. ഒരു കാര്യം മാറാതിരിക്കുന്നത് മാറ്റം മാത്രമേ ഉള്ളൂ.